പിടിയിലായ ആളുകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് തീർത്തും അവാസ്തവമായൊരു വാർത്തയാണ്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ 2025-26 ഈ 2 വർഷങ്ങളിലെ MDMA ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ പാളയത്ത്, സ്റ്റേഡിയം ഈസ്റ്റിൽ, റാന്നിയിൽ, കോന്നിയിൽ, നൂറനാട്ട്, കളമശ്ശേരിയിൽ, കൊച്ചിയിലൊക്കെ പിടിയിലായത് CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, SFIയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ നിരവധിയായ പാർട്ടിയുടെ സജീവ നേതാക്കൾ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ റാന്നിയിലൊക്കെ DYFIയുടെ ബ്ലോക്ക് പ്രതിനിധി സമ്മേളനത്തിൻ്റെ അന്ന് രാവിലെയാണ് DYFI നേതാവിൻ്റെ കയ്യിൽ നിന്ന് 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. ഏറ്റവും അവസാനം ഇപ്പോൾ പേരാമ്പ്രയിൽ അധ്യാപികമാർ അറസ്റ്റിലായി. അവരുടെ രാഷ്ട്രീയം എന്താ നിങ്ങൾ ചെയ്യാത്തത്? അവർ CPM അനുകൂല സംഘടനയായ KRTA പ്രവർത്തകരാണ് അവർ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് CPMൻ്റെ മുൻകാല നേതാക്കൾ ഇതിലൊക്കെ പിടിയിലായ കാര്യങ്ങൾ. പിന്നെ മുഖ്യമന്ത്രി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പല ആളുകളും നമ്മളോടൊരു സെൽഫി എടുക്കണം, ഒരു പടം എടുക്കണം, വീട്ടിൽ കയറി വന്നൊരു നിവേദനം തരും. അപ്പോൾ അവരുടെ നേരെ എങ്ങനെ മുഖം തിരിക്കാൻ പറ്റും? അങ്ങനെ മുഖം തിരിച്ച് നടന്നു നീങ്ങിയാൽ ആ നേതാവ് ധിക്കാരിയും ധാർഷ്ട്യക്കാരനും അഹന്തയുള്ളയാളും തൻ പ്രമാണിത്വം കാട്ടുന്നയാളും അസഹിഷ്ണുവൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കുക. അതെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ബാധകമാണ്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ എത്രയോ ക്രിമിനലുകൾ അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ നിരവധിയായ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളാരും പിണറായി വിജയൻ ആ ക്രിമിനലുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരാകുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ വരും, ഫോട്ടോ എടുക്കും. അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് മുൻകൂർ സ്കാനിങ് നടത്താനുള്ള ഒരു ഉപാധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേവലം ഒരു രാഷ്ട്രീയം മാത്രമാണ്. അതിലൊക്കെ എന്തർത്ഥമുള്ളൂ? ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുമെന്ന ഒരു ബോധ്യമെങ്കിലും ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് വേണം. പിന്നെ ഈ പറയുന്ന ആളുകൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഞാനീ പറഞ്ഞ 2025-26 കേസ് മാത്രമാണ് ഞാനീ നേരത്തെ എണ്ണി പറഞ്ഞത്. ഏറ്റവും അവസാനം പേരാമ്പ്രയിലും CPMൻ്റെ അനുകൂല സംഘടനയിലെ 3 അധ്യാപികമാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെത്രയോ നേതാക്കൾക്കൊപ്പം നിന്നെടുത്ത ഫോട്ടോകൾ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുണ്ട്. നമ്മളതൊക്കെ എടുത്ത് വാർത്തയാക്കിയോ? അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു വാർത്ത. VD സതീശൻ എന്ന പേജിന്റെ ഉടമ കൂടിയാണ് ഇയാളെന്ന് പറയപ്പെടുന്നു. അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് കൂടെയുള്ളവരുടെ പറയുന്നത്. ഇയാളെ യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസ്താവന. അല്ല, ഇത് കോൺഗ്രസുമായിട്ടോ യൂത്ത് കോൺഗ്രസുമായിട്ടോ ഒക്കെ വിദൂര ബന്ധമെങ്കിലും ഇത്തരക്കാർക്കുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഉന്നത നേതാക്കളൊന്നും അല്ലല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, ആലപ്പുഴയിലൊരു കൗൺസിലറും അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആളുടെ ലോറിയിലാണ് 1 കോടിയുടെ നിരോധിത വസ്തുക്കൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ കടത്തിയിട്ട് പിടിയിലായി. അദ്ദേഹത്തെ ഇന്ന് പാർട്ടിയിൽ അവർ തിരിച്ചെടുത്തു. അപ്പോൾ ആദ്യം ഈ CPM ഈ വിഷയത്തിലൊക്കെ ഒരു ധാർമ്മികത പുലർത്തിയിട്ട് വേണം മറ്റുള്ളവരെയൊക്കെ വിമർശിക്കാൻ. ഇതിനകത്ത് വിമർശനത്തിനുള്ളൊരു പഴുതുപോലും ഇല്ല. കാരണം മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ MLA-മാരുമായിട്ടോ അല്ലെങ്കിൽ എന്തിന് താഴെ തട്ടിലുള്ളൊരു പൊതുപ്രവർത്തകരൊക്കെ ആയിട്ടും പലതരത്തിലുള്ള ആളുകളൊന്നും ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിക്കുക എന്നത് ആണ് ഒരു രീതിയെങ്കിൽ ഈ കളരിയിൽ അമ്പ് കൊള്ളാത്തവരായിട്ട് ആരുണ്ടാവും?